ളുടെ യുഗമാണ്. മാനം മുട്ടി നിൽക്കുന്ന ആകാശഗോപുരങ്ങൾക്ക് പിന്നിൽ നിങ്ങൾ അയാളെ പൂഴ്ത്തി വെച്ചാലും, നിഗൂഢമായ അറകൾക്കുള്ളിൽ നിർജീവമാക്കി നിങ്ങൾ അയാളെ തുറങ്കിലടച്ചാലും, 7 ഭൂമിയും തുറന്ന് നിങ്ങൾ അയാളെ മണ്ണിനടിയിൽ മറച്ചു വെച്ചാലും, 7-ാം നാൾ അയാൾ ഉയർത്തെഴുന്നേൽക്കും. എതിരെ പെയ്യുന്ന പേമാരിയായാലും വിധിയെ വിറപ്പിച്ചുകൊണ്ടവൻ സ്വപ്നം കണ്ടതെല്ലാം നേടിയെടുക്കും. കാരണം അവനൊരു അത്ഭുതത്തിന്റെ പിറവിയാണ്. തന്റെ 11-ാം വയസ്സിൽ ഇനി അവന് വളരാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോൾ ആ പിഞ്ചു മനസ്സിൽ മന്ത്രിച്ചത് കാൽപന്ത് കളിയുടെ ആത്മാവായിരുന്നു. ആ കാൽപന്ത് കളിയുടെ വീര്യമുറങ്ങുന്ന ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ വെച്ച് സാക്ഷാൽ റൊണാൾഡിനോയിൽ നിന്നും അസിസ്റ്റ് വാങ്ങിക്കൊണ്ട് ഗോൾ നേടുമ്പോൾ അയാളുടെ പ്രായം വെറും 17 വയസ്സ്. 2012 കലണ്ടർ വർഷത്തിൽ ഒരു റൈറ്റ് വിംഗ് ഫോർവേഡ് ആയിട്ട് പോലും അയാൾ നേടിയത് 69 കളികളിൽ നിന്നും 91 ഗോളുകളായിരുന്നു. ഇന്ന് കളിക്കുന്ന ഏതൊരു സ്ട്രൈക്കറുടെയും വെറും സ്വപ്നങ്ങളാണ് അയാളുടെ പല റെക്കോർഡുകളും. ആൻഫീൽഡിന്റെ വിർജിൽ വാൻഡൈക്ക് മുതൽ മാഡ്രിഡിന്റെ സെർജിയോ റാമോസ് വരെ അയാളുടെ പാദങ്ങളെ ഭയന്നതുപോലെ മറ്റാരെയും ഭയന്നിരുന്നില്ല. 15 ചാമ്പ്യൻസ് ലീഗ് കിരീടവുമായി ഫുട്ബോൾ ലോകം മടക്കി ഭരിക്കുന്ന റയൽ മാഡ്രിഡിനെ വരെ അയാൾ മുൾമുനയിൽ നിർത്തിയത് ഇന്നും ബാർസ ആരാധകർക്ക് മറക്കാനാവില്ല. ആ മനുഷ്യന്റെ വിടവിനകത്താൻ ഇനിയൊരു 100 യമാൽ വന്നാലും മതിയാവുകയുമില്ല. രാജ്യത്തിനായി 4 തവണ ഫൈനൽ കളിച്ചിട്ടും ഒന്നും നേടാനാവാതെ തലതാഴ്ത്തിയപ്പോൾ, വിധിയെന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചപ്പോൾ, ആ വിധി തന്നെ മാറ്റി എഴുതിക്കൊണ്ട് 2021 കോപ്പ അമേരിക്കയും 2022 അജയ്യരിൽ അജയ്യരായിക്കൊണ്ട് വിമർശനങ്ങളെയും പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വേൾഡ് കപ്പ് എന്ന പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അർജന്റീനൻ ജനതയുടെ വിശ്വാസമായിരുന്നു അയാളിൽ എന്ന് വ്യക്തമായത്. ഇന്ന് അയാൾ മികച്ചവനാണ്, ഏറ്റവും മികച്ചവൻ. ക്രിസ്ത്യാനോ റൊണാൾഡോയെ വരെ രണ്ടാമനാക്കാൻ കെൽപ്പുള്ള 8 ബലണ്ടിയറുകൾ സ്വന്തമാക്കിയ ബാർസലോണയുടെ പ്രിയപുത്രൻ. അർജന്റീനൻ ജനതയുടെ വിശ്വാസം മിശിഹ ലയണൽ മെസ്സി.